അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 36. വൽ അസ്ഹു അസ്ഹായ പ്രബലമായ വജഹാവുന്നത് ഹില്ലു ഹംലിഹി ഖുർആൻ്റെ തൊടൽ ഹലാലാണെന്നാണ്, മുസഫിനെ തൊടൽ ഹലാലാണെന്നാണ് ഫീ അംതിയത്തിന് ചരക്കുകളിടയിലായിട്ട് സബാലഹ ആ ചരക്കുകളോട് താപിയായിട്ട് ഈ മുസഫിനെയും തൊടാം എന്നതാണ് അസുഹാരിക്കുന്ന അഭിപ്രായം. വഫീ തഫ്സീരിൻ തഫ്സീറിലായിട്ടും ഖുർആനെ തൊടൽ സുഹിയാകുമെന്നാണ്. ബദനാനീറ സ്വർണ്ണ നാണയങ്ങളിലായിട്ടും കല്ലഹദിയത്തി ഖുർആനുള്ള സ്വർണ്ണ നാണയങ്ങൾക്ക് ഉദാഹരണം ഇതുപോലെ കല്ലഹദിയത്തി ഖുൽ ഹുവല്ലാഹു അഹദ് എഴുതപ്പെട്ടതായിരിക്കുന്ന നാണയങ്ങൾ പോലെ. അത് ഈ തഫ്സീറിലും ദീനാറിലുമായിട്ട് പറ്റാൻ കാരണം അന്നഹുമ കാരണം ഈ തഫ്സീറും ദീനാറുകളുമാകുന്നത് അൽ മഖ്സൂദാനി അതാണല്ലോ ഈ തഫ്സീറും ദീനാറൊക്കെ ചുമക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇതിന് അവനോട് ഖുർആനല്ലല്ലോ എന്ന് ഉദ്ദേശം. ഖുർആനാണെങ്കിലും മുസ്ലിം മാത്രമല്ല എടുക്കുക, അതുകൊണ്ട് പറ്റും. വസാനി എന്നാൽ അസുഹിൻ്റെ മുഖാബിലായിരിക്കുന്ന വജഹാകുന്നത് ഇഹ്റുമു തഫ്സീർ ദീനാറിലായിട്ട് ഖുർആനെ ചുമക്കൽ ഹറാമാണെന്ന്. കാരണം എന്താ? ലി ഇഖ്ലാലിഹി ആ ചുമക്കൽ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബിത്തഅദീമി ഖുർആൻ്റെ ആദരവിനത് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഹറാമാണെന്ന്. വലു കാനൽ ഖുർആനു ഇനി പരിശുദ്ധ ഖുർആനായാൽ അക്സർ മിന തഫ്സീരി തഫ്സീറിനേക്കാളും കൂടുതലുണ്ട്. തഫ്സീർ കുറവും ഖുർആൻ കൂടുതലുണ്ട്. അങ്ങനത്തെ തഫ്സീറാണെങ്കിലോ ഹറുമ ഖത്അൻ അവിടെ അതിനെ ചുമക്കൽ ഹറാമാണെന്ന് തർക്കം തന്നെയില്ല. അവിടെ അസുഖ പ്രകാരം സാനി പ്രകാരം ഒക്കെ ഹറാം തന്നെയാണ്. അതിൻ്റെ അടുക്കൽ ഖത്അൻ ഹറാമാണ്. അപ്പോൾ സഹുവബഹു ഈ തഫ്സീറിനേക്കാൾ ഖുർആൻ കൂടുതലാകുമ്പം ഖത്അനാണ് ഹറാം. ഖത്അനെ വാസ്തവമാക്കിയിട്ടുണ്ട്. നബി റളിയല്ലാഹു അൻഹു ഫിറൗദി സ്വഹാബാക്കിയിട്ടുണ്ട്. വൽ മസ്സു ഫിൽ അഖീറൈനി വൽ മസ്സു എന്നാൽ ഈ തൊടലാകുന്നത് ഫിൽ അഖീറൈനി തഫ്സീറിലും ദീനാറിലുമായിക്കൊണ്ട് മുസ്തഫിനെ ഖുർആനെ തൊടലാകുന്നത് കൽ ഹംലി ചുമക്കും പോലെയാണ്. അപ്പം ചുമക്കുന്നതിനെ പറ്റി അസുഹ് ജായിസാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രകാരം ഈ തൊടലും ജായിസാണെന്ന് വരും. ലാ ഖൽബി വറക്കിഹി എന്നാൽ മുസ്തഫിൻ്റെ കടലാസിനെ മറക്കലല്ല, അത് ഹലാലല്ല. എന്തുകൊണ്ട് മറക്കുന്നു? ബിഊദിൻ വടിക്കഷ്ണം കൊണ്ട്, കൊള്ളിക്കഷ്ണം കൊണ്ട്. എന്താ അത് എല്ലാം അറിയാൻ കാരണം ഫൈനഹു നിശ്ചയമായിട്ടും ഈ ഊത് കൊണ്ട് കടലാസിനെ മറക്കലാവുന്നത് ലാ യഹില്ലു ആ മറക്കൽ ഹലാലല്ല. ഫിൽ അസുഹി അസുഹ് പ്രകാരം ഹലാലല്ല. എന്തേ ഹലാലല്ലാണ്ടിരിക്കാൻ കാരണം അന്നഹു കാരണം ഈ വടിക്കഷ്ണം കൊണ്ട് ഖുർആൻ്റെ പേജ് മറക്കലാവുന്നത് ഫി മാനൽ ഹംലി ഖുർആനെ ചുമക്കുന്ന മാനയിലാണ്. ചുമക്കാൻ പാടില്ല എന്നവരും പറ്റില്ല. എന്താ ചുമക്കുന്നതിൻ്റെ മാനയിലാൻ കാരണം? ലിന്തിഖാലിൽ വറഖി മുസ്ഹഫിൻ്റെ പേജ് നീങ്ങലുണ്ടായതിന് വേണ്ടി ബിഫീലിൽ ഖാലിബി ആ വടി കൊണ്ട് മറച്ചിടുന്ന ആളുടെ പ്രവർത്തനം കൊണ്ട് കടലാസ് നീങ്ങുന്നുണ്ട്. മിൻ ജാനിബിൻ ഒരു ഭാഗത്തു നിന്ന് നീങ്ങുന്നുണ്ട്, ഇലാ ആഖറ വേറൊരു ജാനിബിലേക്ക് നീങ്ങുന്നുണ്ട്. ചുമക്കുമ്പോൾ നീങ്ങുന്ന മാതിരി തന്നെ ചുമക്കുമ്പോൾ അങ്ങനെയല്ലോ, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നീങ്ങുന്നുണ്ട്. അതുകൊണ്ടത് പറ്റൂല. വല്ലസുഹു എന്ന പ്രബലമായ വജ്ഹാകുന്നത് അന്നസുബിയൽ മുഹദിസ നിശ്ചയമായിട്ടും വുളൂഇല്ലാത്ത കുട്ടിയാകുന്നത് ലാ യുംനഉ അവന് തടയപ്പെടേണ്ടതില്ല എന്നാണ്. ഈ മസ്സിൽ മുസ്നഫി മുസഫ് തൊടല്ലത്തോട് തടയേണ്ടതില്ല. വല്ലൗഹി മുസഫ് എഴുതിയായിരിക്കുന്ന സ്ലേറ്റ് പലക ഇതിനൊക്കെ തൊടല്ലത്തോട് തടയേണ്ടതില്ല. ഹംലിഹിമ മുസഫിനെയും മുസഫ് എഴുതിയായിരിക്കുന്ന പലകനെയൊക്കെ ചുമക്കലിനെ തൊട്ടും തടയണ്ട. എന്തിനാ ചുമക്കുന്നത് തടയണ്ടെന്ന് പറയാൻ കാരണം ലിഹാജത്തി താലുമിഹി കുട്ടിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. മിൻഹുമ മുസഫിൽ നിന്നും സ്ലേറ്റിൽ നിന്നൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ എന്നാ ഉതിർത്തുവിടാൻ ചോദിച്ചാലോ അത് മഷക്കത്തി ഇസ്തിംറാരിഹി കുട്ടി നിലകൃതിയാകുക എന്നുള്ള വിഷമമുള്ളതിന് വേണ്ടിയും. എന്തിൻ്റെ മേൽ നിലകൃതിയാകുക? അലത്തൊഹാർത്തി തൊഹാർത്തിൻ്റെ മേൽ. അപ്പോൾ മദ്രസയിലൊക്കെ 1-2 മണിക്കൂറൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒക്കെ ഉതിർത്ത് നിൽക്കണം കുട്ടി എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഇളവുണ്ടായത്. ബസാനി എന്ന അസുഹിൻ്റെ മുക്കാബിലായ വജ്ഹാകുന്നത് അങ്ങനെ അലൽ വലിയ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മേലും അൽ മുഅല്ലിമിന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മേലും നിർബന്ധമാണെന്നാണ്. മൻഉഹു കുട്ടിയെ തടയൽ നിർബന്ധമാണ്. മിൻ ദാലിക വുദൂഇല്ലാത്ത അവസരത്തിൽ മുസഫിനെ തൊടലിനെ തൊട്ട് ചുമക്കലിനെ തൊട്ടൊക്കെ തടയണമെന്നാണ്.
ഉൽത്തു എന്നാൽ ഞാൻ പറഞ്ഞു അല്ല സുഹു പ്രബലമായ വജുഹാകുന്നത് ഹില്ലു കൽബി വറക്കിഹി മുസഫിൻ്റെ കടലാസ് മറച്ചിടൽ ഹലാലാണെന്നാണ് ബി ഊദിൻ വെടിക്കഷ്ണം കൊണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ റഫിയം തെർജിയാക്കിയത് പാടില്ല എന്നാണല്ലോ. അല്ല സുഹു അല്ല ലാ കൽബി വറക്കിഹി എന്നായിരുന്നു. എന്നാൽ നയ്യാൻ പറയുന്നല്ലത് പാടുണ്ട്. വബിഹി ഈ കൊള്ളിക്കഷ്ണം കൊണ്ട് വെടിക്കഷ്ണം കൊണ്ടൊക്കെ മുസഫിൻ്റെ പേജ് മറച്ചിടൽ ഹലാലാണ് എന്നതുകൊണ്ട് ഖത്തൽ ഇറാഖിയൂന ഇറാഖീയങ്ങളായിരിക്കുന്ന അസ്ഹാബ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുൽതു വല്ലാഹു അലം. എന്താ അത് ഹലാലാൻ കാരണം? യന്നഹു കാരണം വടിക്കഷ്ണം കൊണ്ട് മുസഫിനെ പേജ് മറിച്ചിടലാകുന്നത് ലൈസ ബി ഹംലിൻ വലാ ഫിമാനാഹു അത് യഥാർത്ഥത്തിൽ മുസഫിനെ ചുമന്നു കൊണ്ടുപോകലുമല്ല, വലാ ഫിമാനാഹു ചുമക്കുന്നതിൻ്റെ മാനയുള്ളതായിരിക്കുന്ന മസ്സു അവിടെ വരുന്നില്ല, തൊടലും ഉണ്ടാകുന്നില്ല. അപ്പോൾ പറഞ്ഞ ഊതുകൊണ്ട് കൊള്ളിക്കഷ്ണം കൊണ്ട് മറിച്ചിടുന്നതിൻ്റെ പറ്റിയാ പറഞ്ഞു. എൻ്റെ മുഹത്തറിച്ച് പറയാ ഈ വലുവിൻ്റെ എഫ് കുമ്പഹു ഒരുത്തനവൻ്റെ കുപ്പായൊക്കെ ഈ ചുരുട്ടി അലായതി കൈമ ചുരുട്ടി കലബ ബിഹി കലബ ബിഹി എന്നിട്ട് ആ ചുരുട്ടിയ എന്നിട്ട് ആ കൈ കൊണ്ട് പേജ് മറിച്ചിട്ട് അപ്പോൾ നേരെ വടിയുണ്ടല്ല കൈമ തന്നെ ശീല ചുറ്റിയിട്ട് കൈ കൊണ്ട് ടച്ച് ചെയ്യില്ല, ടീച്ചന്മാരെ തൊട്ടിരുന്ന് മാത്രം. എന്നാൽ ഹർമ്മകഥന അതിൽ തർക്കം തന്നെയല്ല, അതെല്ലാ അഭിപ്രായപ്രകാരവും ഹറാം തന്നെയാണ്. എൻ്റെ അഭിപ്രായപ്രകാരവും വക്കീലാനി അവിടെ പറയപ്പെട്ടു ഫീഹി വജ്ഹാനി ഈ കൈമ ശീല ചുറ്റിയിട്ട് അതുപയോഗിച്ചിങ്ങാൻ മറിച്ചിട്ടെടുത്തും വടികൊണ്ട് മറിച്ചിടുന്നതിലുള്ള ഖിലാഫുണ്ട് എന്ന് ഒരു ഖീല വരപ്പെട്ടല്ല. വമൻ തയക്കനതു തുഹറ ആരെങ്കിലും ശുദ്ധിയെ ഉറപ്പിച്ചു, അത് ഹദസ അല്ലെങ്കിൽ ശുദ്ധിയില്ല ഇത് മുറിച്ചിക്കണമെന്നുള്ളതിനെ ഉറപ്പിച്ചു. അപ്പം ഷക്ക അതേ ആൾ തന്നെ സംശയിക്കുകയും ചെയ്തു ഫീ ലിദ്ദിഹി നേരത്തെ ഉറപ്പിച്ചതിൻ്റെ നേരെ മാറ്റത്തിൽ എന്താ സംശയിച്ചത്? ഹൽ തൊറ അലൈഹി ആ ലിദ് ഓൻ്റെ മേൽ പുതുതായിട്ടുണ്ട്. പുതുതായിട്ട് ഓന് മൂത്രിച്ചിക്കണമെന്ന് അല്ല ഉതെടുത്തിക്കണമെന്നുള്ള കാര്യം ഉറപ്പുണ്ട്. പിന്നെ മൂത്രിച്ചോന്ന് സംശയം അല്ല. രണ്ടാമത്തെടുത്ത് മൂത്രിച്ചിക്കണമെന്നുള്ള ഉറപ്പുണ്ട്, ശേഷം ഉതെടുത്തിക്കണമെന്ന് സംശയം. നിനക്ക് വന്നാൽ അമില ബിയഖീനിഹി എന്തായിരുന്നു നേരത്തെ ഉറപ്പുണ്ടായിരുന്നത് അതുകൊണ്ട് പ്രവർത്തിക്കുക. ഉതുണ്ടെന്ന ഉറപ്പെങ്കിൽ അതുകൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ മറ്റേ ബിരുദത്തിലുള്ള സംശയം പ്രശ്നമാക്കണ്ട. ഇസ്തിസ്ഹാബല്ലിൽ ബിൽ യഖീനി യഖീന് കൊണ്ട് സബസ്സിന് വേണ്ടി അതെടുക്കാം. വൽ അസുൽ ഫീദാരിക്ക തുഹൂറ് ഹദസ് എന്നുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ ഉറപ്പിച്ചാൽ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സംശയം വന്നാൽ ആ സംശയം അവഗണിച്ചിട്ട് ഈ ഉറപ്പ് പ്രവർത്തിക്കാമെന്നതിൻ്റെ അകത്തുള്ള പ്രമാണമാകുന്നത് ഹദീസ് മുസ്ലിമിൻ ഇമാം മുസ്ലിം റഹിമുള്ള റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്താ ഹദീസ്? ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ഷൈഅൻ ഫഅശ്കല അലൈഹി അഖറജ മിൻഹു ഷൈഉൻ അം ലാ ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദി ഹത്താ യസ്മാ സൗതൻ ഔ യജിദ റീഹാ എന്ന ഹദീസാണ്. ഇദാ വജദ അഹദുക്കും നിങ്ങൾ ഏതെങ്കിലും ഒരാൾ വുദു എടുത്ത ഒരാൾ എത്തിച്ചാൽ ഫീ ബത്നിഹി ഓൻ്റെ പള്ളിയിൽ ഓൻ എത്തിച്ചു ഷൈഅൻ എന്തോ ഒരു ശബ്ദം അങ്ങനെ എത്തിച്ചു, ഒരു ഇളകിമറച്ചിലൊക്കെ. ഫാഷ്കലാരി അങ്ങനെ ആ ഷെയ്നെ എത്തിച്ചതിനെ തുടർന്ന് ആ അഹദിൻ്റെ മേൽ സംശയമായി. എന്ത്? അഖറജ മിൻഹു ഷൈഉൻ അം ലാ എൻ്റെ വയറ്റിൽ നിന്നിപ്പോൾ എന്തെങ്കിലും വസ്തു പുറത്ത് കാറ്റ് പോലത്തെ എന്തെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സംശയം. അപ്പോൾ നേരത്തെ വുദു എടുത്തിക്കണമെന്ന് ഉറപ്പുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വിരുദ്ധത്തിൽ സംശയം വന്നിരിക്കുകയാണ്. എന്നാൽ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യഖ്റുജന്ന തീർച്ചയായിട്ടും അവൻ പോകാണ്ടിക്കട്ടെ നിങ്ങൾ മസ്ജിദി നിസ്കാരത്തിൽ നിന്നും പുറത്തു പോകേണ്ടതില്ല. ഏതുവരെ? ഹത്താ യസ്മാവൻ കേൾക്കുന്നവരെ സൗത്തൻ ഒന്നുകിൽ പുറത്തു പോയതിൻ്റെ ശബ്ദം കേൾക്കണം, അത് യജിതരിയാലെ പുറത്തു പോയതിൻ്റെ സ്മെല്ല് എത്തിക്കണം, ഉറപ്പാകണം നടത്തും. വൽ മുറാദ് ബിഷക്കി ഇവിടെ മത്തിൽ പറഞ്ഞല്ലോ ഒരുത്തൻ തുഹൂറിനെയോ ഹദസിനെയോ ഉറപ്പിച്ചു. അപ്പം ഷക്ക ഫി ലിദ്ദിഹി ലിദ്ദിൽ സംശയിച്ചു. ആ സംശയിച്ചു എന്ന് പറഞ്ഞാൽ ഷക്കുള്ള ഉദ്ദേശമാകുന്നത് അത്തറദ്ദുദു ഇടയാട്ടമാകുക എന്നുള്ള അർത്ഥമുള്ളൂ. രണ്ട് ഭാഗം ഒരുപോലെ രണ്ട് ജാനിബ് ഒരേമാതിരി ആകുമ്പോഴുള്ള സാധനം ഷക്ക് എന്ന് പറയല്. ആ ഷക്കല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ തെറദ്ദുദാണ്. എന്തുകൊണ്ടുള്ള തെറദ്ദുദ്? അങ്ങനെയുള്ള തെറദ്ദുദ് ബിസ്വായി ഒന്നുകിൽ രണ്ട് ഷക്ക് ഒരേമാതിരിയായിട്ട് ഉണ്ടോ അല്ല രണ്ടും ഒരേമാതിരി 50-50 ആകുക. ഔർജാനെങ്കിൽ ഒന്ന് കുറിച്ച് മറ്റേതിനേക്കാൾ കൂടുതലുണ്ടാകുക, രണ്ടും പെടും. കമാ ഖാലൂഫി തക്കായിക്കും അവിടെ ഷക്കുകൊണ്ട് ഉദ്ദേശം ഇസ്തിവാവുള്ള തെറദ്ദുദ് മാത്രമല്ല റുജ്ഹാനുള്ള തെറദ്ദുദും പെടും എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ദഖായിഖ് എന്ന കിതാബിൽ പറഞ്ഞതുപോലെ. അപ്പം ഇവിടെ റുജ്ഹാനും പെടും. ആ നിലക്കുള്ള തെറദ്ദുദാണ് ഷക്കുകൊണ്ട് ഉദ്ദേശം. കാലി ഇസ്തിവാവുള്ള തെറദ്ദുദല്ല എന്ന് വെക്കുമ്പോൾ ഫമൻ വന്ന ആരെങ്കിലും ഭാവിച്ചാൽ ലിദ്ദ നേരത്തെ എന്തായിരുന്നു ഉറപ്പുള്ളത് അതിൻ്റെ നേരെ മാറ്റം. നേരത്തെ വുദു ഉണ്ട് എന്നതിന് ഉറപ്പ്, ഇപ്പം വുദു ഇല്ല എന്നുള്ളതിൽ സംശയമല്ല. അവർക്ക് ലന്നെന്നുണ്ടെങ്കിലോ
ലാ യഅമലു ബിദന്നിഹി, എന്നാൽ ആ തന്നുകൊണ്ട് അമൽ ചെയ്യേണ്ട. കാരണം ഇവിടെ ശക്കൊണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശം തന്നെ എടുക്കാനുള്ളതാണല്ലോ കൊണ്ട്. എന്താ വേണ്ട അറിയാൻ കാര്യം എന്നെ തന്നെ ഇസ്തിസ്നാബിൽ യഖീനി, കാരണം യഖീനെ സാവസിച്ചത് മൂലമുണ്ടാകുന്ന തന്നെ ആകുന്നത് അതാണല്ലോ നേരത്തെ ഉണ്ടായത്. അത് അഖ്വാ മിന്നു, അതാണല്ലോ അത് വെറും തന്നിനേക്കാൾ ശക്തി അതാണ്. കാരണം യഖീനോട് ഇസ്തിസാബ് ചെയ്യൽ മൂലമുണ്ടായ തന്നെയാണ്. അതിന് കുറച്ച് ഊക്കാറുണ്ട്, അതുകൊണ്ട് പിടിച്ചാൽ മതി. അതിൻ്റെ വിരുദ്ധമായ തന്നെ പ്രശ്നമാക്കേണ്ടയില്ല. അപ്പോൾ ഖാല റാഫിയു, എന്നാൽ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഅമലു ബിദന്നി തുഹരി, ശുദ്ധി അയക്കണം ഉതെടുത്തിക്കണം എന്നുള്ള കൊണ്ട് അമൽ ചെയ്യാൻ. ഇപ്പോൾ വയതയക്കുൽ ഹദസി, ഹദസിന് ഉറപ്പിച്ചു ഓന് മൂത്രിക്കാച്ച ഓന് ഉറപ്പുണ്ട്. ഉദാഹരണത്തിന് അങ്ങനെ മൂത്രിച്ച് ഉറപ്പായ ശേഷം ഞാനിപ്പോൾ ഉതെടുത്തിക്കണമെന്നൊരു സംശയമല്ല, ഒരു ഭാവന വന്നാൽ ആ ഭാവന പ്രകാരം എടുക്കാം എന്ന് ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാലഫിൽ കിഫായത്തി, ആ റാഫിമ പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു റിഫത്ത് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ കിഫായിൽ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? വലം അറദാലിക്കലി ഖൈരിഹി, ആ ഒരു അഭിപ്രായം അഥവാ വുളു ഇല്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷം വുളു എടുത്തോന്നൊരു ദന്ന് വന്നാൽ അത് തന്നെ പ്രകാരം പ്രവർത്തിക്കാം എന്ന ഈ അഭിപ്രായത്തിന് ഞാൻ കണ്ടിട്ടില്ല. അലി ഖൈരി, റാഫിമാമല്ലാത്ത മറ്റാരും പറഞ്ഞായിട്ട് കണ്ടിട്ടില്ല എന്ന് ഇബ്നു റിഫത്ത് റളിയല്ലാഹു അൻഹു കിഫായ പറഞ്ഞു. അപ്പോൾ അസ്മത്തഹു, റാഫി ഇമാമിൻ്റെ അഭിപ്രായത്തിനെ കളഞ്ഞു നബി റളിയല്ലാഹു അൻഹു മിന റൗദി, റൗദയെന്ന് കളഞ്ഞു. ചിലത് സിഹയായിട്ടില്ല എന്നെനിക്ക് ദിലീലാണ് കളയൽ. അപ്പം ഏതായിരുന്നാലും ആരെന്താണോ ഉറപ്പെങ്കിൽ ആ ഉറപ്പുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെയാണ്. ഇതിൻ്റെ എതിരിൽ തൂറുകൊണ്ട് തന്നെ വന്നാലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതിനാണ് വിലപ്പെട്ടതെന്ന് അർത്ഥം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.